നിക്കണേ, ഒന്ന് നിക്കണേ. ഒന്ന് ചോദിച്ചോട്ടെ? ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണേലും ചോദിച്ചോ. ഈ വക്കീൽ വാസുദേവന്റെ വീട് ഏതാ? ഈ ഈ ഈ ഇല്ല, വക്കീൽ വാസുദേവ്. വക്കീൽ വാസുദേവ്? അതെ, നമ്മുടെ വക്കീല്. ദാ മിസ്റ്റർ ലംബോദരൻ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള വക്കീലന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഞാൻ. ഇതിനു മുമ്പ് ഞാൻ വക്കീലന്മാരെ കണ്ടിട്ടില്ല സാർ. ഇടയ്ക്കേറി സംസാരിക്കരുത്, അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. ഭൂമിയോളം ക്ഷമ വേണ്ട ഒരു ജോലി ചെയ്യാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? സാറ് വളരെ വ്യത്യസ്തനായ ഒരാളാണെന്ന്. കറക്റ്റ്. ഈ ക്രിമിനൽ ലോയർ, സിവിൽ ലോയർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ആ വകുപ്പിലൊന്നും പെടുന്നില്ല. എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ വ്യക്തമാക്കാം. ദിവസവും റോഡ് അപകടങ്ങളിൽ എത്രയോ പേർ കൊല്ലപ്പെടുന്നു, എത്രയോ പേർക്ക് ഒടിവും ചതവും പൊട്ടലും സംഭവിക്കുന്നു. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അപകടം പറ്റുന്നവർക്കും സഹായഹസ്തവുമായി ഞാനെത്തും. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. ഓഫീസിലേക്ക് നടന്നു വരികയായിരുന്ന നിങ്ങളെ പാഞ്ഞു വന്ന ഒരു മോട്ടോർ സൈക്കിൾ ഇടിച്ചു തെറിപ്പിച്ചു. നിങ്ങളുടെ വലതുകാലം ഒടിഞ്ഞു. അയ്യോ, എപ്പോ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. ചെറുപ്പക്കാരനായ നിങ്ങളുടെ ഇനിയും എത്രയോ കാലം അമർത്തിച്ചവിട്ടേണ്ട കാലിനാണ് ബലക്ഷയം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ രക്ഷയ്ക്ക് ഞാൻ എത്തുന്നു. ആ മോട്ടോർ സൈക്കിൾ ഇൻഷുർ ചെയ്ത കമ്പനിക്കെതിരെ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുന്നു. നിങ്ങളുടെ കാലിന്റെ വില 2 ലക്ഷമായി നിശ്ചയിക്കുന്നു. 2 ലക്ഷമോ? അതെ, നഷ്ടപരിഹാരം. കേസ് MACT എത്തുന്നു. MACT എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ അഥവാ വാഹനാപകട നഷ്ടപരിഹാര കോടതി. നിങ്ങൾക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് വാദിക്കുന്നു, ജയിക്കുന്നു, 2 ലക്ഷം കിട്ടുന്നു. എന്റെ കമ്മീഷൻ 30%, അതായത് 60,000 രൂപ. ബാക്കി 1,40,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നു. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സാർ. ഓ, സാർ വളരെ വ്യത്യസ്തനായ ഒരു വക്കീൽ തന്നെ. തീർന്നില്ല, ഇനിയുണ്ട്. വാഹനാപകടത്തിൽ മാത്രമല്ലല്ലോ കൈയും കാലും ഒടിയുന്നത്. ആരെങ്കിലും തല്ലി ഓടിക്കാം, മറിഞ്ഞു വീണോടിയാം. അങ്ങനെയുള്ള കേസുകളും അതിവിദഗ്ധമായി വാഹനാപകടങ്ങളാക്കി ഞാൻ മാറ്റും. അപകടത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഡ്രൈവർമാരും വാഹന ഉടമകളും ഒക്കെ എന്റെ കസ്റ്റഡിയിലുണ്ട്. എന്റെ കമ്മീഷനിൽ നിന്നും കുറച്ച് അവർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഓ, സാർ ഒരു ജീനിയസ് തന്നെ. ഈ ജീനിയസിനോടൊപ്പം പ്രവർത്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കണം. പിന്നെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? പത്രപരസ്യത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ, ക്യാൻവാസിംഗ്. അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാര കേസിന്റെ വക്കാലത്ത് എനിക്ക് വേണ്ടി ഒപ്പിട്ട് വാങ്ങണം. അവിടെ നിങ്ങളുടെ മിടുക്ക് തെളിയിക്കണം. കമ്മീഷൻ 3%. ശരി സാർ, ഞാൻ ഇന്നു മുതൽ വക്കീൽ സാറിന്റെ ക്യാൻവാസിംഗ് ഏജന്റ്. അങ്ങനെ വാചോടിച്ചോണ്ട് മാത്രമായില്ല, എനിക്ക് തിരക്കായതുകൊണ്ടാണ് ഞാൻ ഏജന്റിനെ വച്ചത്. പക്ഷേ എന്റെ കക്ഷികൾക്ക് എന്റെ അസാന്നിധ്യം അനുഭവപ്പെടരുത്. അതിന് നിങ്ങൾ എന്റെ പ്രവർത്തന ശൈലി മനസ്സിലാക്കിയിരിക്കണം. വരൂ. ശോഭേ, ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ ഒരു കേസിന്റെ കാര്യത്തിന് ഞാൻ ഹൈക്കോടതി വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഹൈക്കോടതിയിൽ എന്ത് കേസ്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി.